എന്നെ ഇടങ്ങേറാക്കിയ ഒരു പെണ്ണ് കാണൽ. രചന റഷീദ് MRK. ഞാൻ ഓരോ പെണ്ണ് കാണാൻ ചെല്ലുമ്പോഴും ഇത് ശരിയാവും, ഉടനെ മണിയറിന്റെ സീലിംഗ് ചെയ്യണമെന്നൊരു തോന്നലുണ്ടാവുമായിരുന്നു. പക്ഷെ മാർക്കറ്റിലേക്ക് ഇറങ്ങിയതോടെ അത് മാറി എവിടെ ശരിയാവാനെന്ന ലെവലിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ ഇരുന്ന് ഞാൻ 27ാമത്തെ പെണ്ണ് കാണലായി പോകുന്നത്. കൊണ്ടുപോകുന്നതോ കൂടെ പഠിച്ച ശംസു. അവന് നാട്ടിൽ പോത്ത് കച്ചവട. അതിൽ നിന്നും കിട്ടുന്നതൊന്നും പോരായിട്ടാണ് കിട്ടിയ ഇടവേളകൾ ബ്രോക്കർ പണിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. പരിശീലിക്കുന്ന എന്നെ പോലെയുള്ള പെണ്ണ് ശരിയാവാൻ മലപ്പുറം ജില്ലയിലെ ഇനി ഒരു നീർച്ചപ്പെട്ടിയിലും കായിടാൻ ബാക്കിയില്ലാത്തവർ ഉപയോഗിച്ചു. കാണാൻ പോകുന്ന കുട്ടി ക്ലാസ്സിന് പോകുന്നതിനാൽ വൈകുന്നേരം ചെന്നാൽ മതി എന്നാ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല അതിൻ്റെ മുന്നേ കാണാൻ പറ്റിയ വേറെ ഏതെങ്കിലും കുട്ടികളുണ്ടോ? എൻ്റെ ആ ചോദ്യം കേട്ടത് അവൻ പറഞ്ഞു, വേറെ പോയി നോക്കാൻ എൻ്റെ കളറിന് മേച്ചാവുന്നൊന്നും ആലോചിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ നല്ലോണം ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടിയാണ് എൻ്റെ കളർ അപ്പോൾ എടുത്തിട്ടെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും എൻ്റെ കയ്യിൽ നിന്നും ബ്രോക്കറുകളുള്ള പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് എന്നെ തരിപ്പി കയറ്റുന്ന അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഞാൻ മനസ്സിൽ പറഞ്ഞു, എൻ്റെ ബ്രോക്കർ പൈസ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്നെ. ഏതായാലും അന്ന് വേറെ പെണ്ണുകാണലൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, എന്നും ചെല്ലുന്ന നന്നാരി സർവത്ത് വയറ്റിലേക്ക് ചെല്ലാത്ത കാരണം ആ മാശി അകത്തുനിന്ന് മുട്ടി വിളിച്ച് നോക്കാൻ തുടങ്ങി. ഇവനും പെണ്ണ് ശരിയായോ? ഇന്നൊന്നും വന്നില്ലല്ലോ. കേട്ടതും ഫാറ്റ് വന്ന് നിവർ നിൽക്കാൻ വയ്യാത്ത ലിവർ പതിരിൽ കൈകുത്തിയിരുന്നു അതിനുള്ള മറുപടി കൊടുത്ത് ഞാൻ കേട്ടു. ഓൻ്റെ പള്ള കുറഞ്ഞാൽ പെണ്ണുകാണൽ കുറയും, പേടിക്കണ്ട, ഉടനെ വരും അടുത്ത നാരങ്ങാ വെള്ളം. ഞാൻ വയറിലേക്ക് നോക്കി. പറഞ്ഞ പോലെ മന്തിയും കപ്സയും തിന്നിട്ട് നല്ലോണം ചാടിയിട്ടുണ്ട്. ഇനി ഇതേറ്റാവോ കാരണം? ഏയ്, എൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ വരുന്ന ആലോചനകൾ മുടങ്ങുന്നത്. വീട്ടിലേക്കുള്ള വഴിയിലൊരു പ്രശ്നം, വണ്ടി കുറച്ച് ദൂരത്ത് നിർത്തിയിരുന്നു, അതാണല്ലോ ഒരു കാരണം. രണ്ടാമത്തെ കാരണം വീട് പഴയ തറവാട് വീടായത് കാരണം മോഡൽ പോരാത്തതും. പുതിയ മോഡൽ വീടുണ്ടാക്കി കല്യാണം കഴിക്കാൻ ഈ നിന്ന മഹർ വാങ്ങാൻ ഒരു പോക്കും കൂടി ഞാൻ ഗൾഫിലേക്ക് പോകേണ്ടി വരും. അതോർത്തപ്പോൾ ആദ്യം കെട്ട് കണക്കട്ടെ, എന്നിട്ട് വാർപ്പിന്റെ കമ്പി കെട്ടാമെന്ന് ചിന്തിച്ചിട്ടാണ് പെണ്ണ് കാണാൻ ഇറങ്ങിയത്. ലീവ് തീർന്നാലും പെണ്ണ് കാണൽ തീരില്ലെന്ന അവസ്ഥയിലേക്കാണ് പിന്നീട് കാര്യങ്ങൾ പോയത്. ആലോചിച്ചിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല. വൈകുന്നേരം ഓൻ്റെ കൂടെ ഓട്ടോയിൽ കയറി നേരെ അവിടെ വീട്ടിലേക്ക് വിട്ടു. ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. എനിക്കാണെങ്കിൽ കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നേന്ത്രപ്പയം വാഴയിൽ പൊതിഞ്ഞ് അടുപ്പിലിട്ട് ചുട്ട് തേങ്ങയും പഞ്ചാരയും ചേർത്ത് തിന്നുന്ന പോലെയാണ്, മടുക്കൂല. യാത്രക്കൂടി ഒരു വണ്ടി സ്ഥലത്തെത്തിയ പോലെ ശംസു വണ്ടി നിർത്തി പുറകിലേക്ക് തിരിഞ്ഞ് പറഞ്ഞു, അതിൻ്റെ മുടി ഒന്നാണ്ട് വാർന്നാളെ. ഞാൻ ചീർപ്പെടുത്തുന്ന സ്റ്റൈലാക്കി വാർന്ന് പുറത്തേക്ക് ഇറങ്ങി പതുക്കെ അവനോട് ചോദിച്ചു, ഏതാ വീട്? ആ കാണുന്ന നീല പെയിന്റ്. വാർപ്പിട്ട വീട് കണ്ടതോടെ എനിക്ക് ഏതാണ്ട് ഉറപ്പായി ഇത് വെള്ളം കുടിച്ച് സലാം പറയേണ്ടി വരും, നടക്കൂലെന്ന്. ഏതായാലും വന്നല്ലേ, കണ്ടുപോകാം, ഒത്താ ഒത്തു എന്നു മനസ്സിൽ പറഞ്ഞു ഞാൻ അവൻ്റെ പിന്നാലെ ബിസ്മി ചൊല്ലി അകത്തേക്ക് നടന്നു. അകത്തേക്ക് കയറിയതും ഒരു മഹല്ല് മുഴുവൻ കേൾക്കാവുന്ന സൗണ്ടിൽ സലാം പറഞ്ഞ് ഷംസു ഞങ്ങൾ വന്നു എന്ന് വീട്ടുകാരെ അറിയിച്ചു. ഞാനൊരു കൂസലുമില്ലാതെ ആ കോലായിൽ അങ്ങനെ ഇരുന്നു. കാരണം ആദ്യ പെണ്ണ് കാണാൻ പോകുമ്പോൾ മനസ്സിൽ അല്പം കുൽസിത വിഭ്രമങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് വയറ്റ് നോക്കിൻ്റെ മരുന്ന് കുടിക്കുന്ന പോലെ ഓരോ ദിവസവും 3-4 പെണ്ണ് കാണാൻ തുടങ്ങിയോടെ ആ പേടി മാറിയെന്ന് മാത്രമല്ല, പെണ്ണ് കാണൽ ഒരു ആവേശം നിറഞ്ഞ കലാരൂപം പോലെ എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. പെണ്ണ് വരാൻ വൈകിയപ്പോൾ ഞാൻ അവനോട് പുരികമ്പുകി ചോദിച്ചു, അല്ലടാ ഓള് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടില്ലേ? എന്നോട് മറുപടി അറിയാതെ അടുത്തിരുന്ന് ഞാൻ കാണാതെ എന്നെ നോക്കിക്കാണുന്ന അവിടെ ഉപ്പയോട് ശംസു, എവിടെ കുട്ടിയെ വിളിക്കുങ്ങള്, ഞങ്ങൾക്ക് അങ്ങോട്ട് എത്താൻ കുറെ ഓടണേ. അവൻ്റെ ആ വർത്താനം കൂടി കേട്ടതോടെ 98.7% നിൽക്കിയായിരുന്ന മുടങ്ങും എന്നുള്ള എൻ്റെ ഉറപ്പ് 2 പോയിന്റ് കൂടി മെച്ചപ്പെടുത്തി മുന്നോട്ട് കുതിച്ചു. കാരണം ദൂരം കൂടുതലാണെന്ന് പറഞ്ഞ് എൻ്റെ ഒരുപാട് ആലോചനകൾ മുടങ്ങിയ ചരിത്രങ്ങൾ എൻ്റെ പെണ്ണുകാണൽ ഡയറിയിൽ ഞാൻ കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ട്. അവസാനം പെണ്ണുമ്മയും വാതിലിന് പിറകിൽ വന്ന പോലെ വാതിലൊന്ന് അനങ്ങി. എൻ്റെ നേരെ ചായയും കൊണ്ട് വരുന്ന അവളെ ഞാനങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഹൈറ്റ് പാകം, കണ്ടിട്ട് ജാടയുള്ള ടൈപ്പില്ലെന്ന് അവൾ നോക്കി എൻ്റെ കണ്ണുകൾ പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ ജാടയൊക്കെ അവളോട് ഒരു 4-5 മാസം അടുത്താലും മനസ്സിലാവുമെന്ന് മനസ്സ് തിരുത്തി കൊടുത്തു. ഞാൻ അവളെ മുഖത്തേക്ക് തന്നെ നോക്കിയൊരു ചായ വാങ്ങി ഒരയഞ്ഞ ചിരി ഇരിച്ചു. അവളെന്നെ നോക്കുന്ന പോലില്ല, പാവം, ഭയങ്കര നാണക്കാരിയാണെന്നൊക്കെ തോന്നി. ആ തോന്നൽ മാറിയത് കല്യാണം കഴിഞ്ഞ് എൻ്റെ റൂമിലെത്തിയ ശേഷമാണ്. അയ്യേന്ന് പറയാൻ വരട്ടെ, അവൾക്ക് നാണം കൂടുതലാണെന്ന് തോന്നൽ മാറിയെന്നാണ് ഉദ്ദേശിച്ചത്. അവൾക്ക് നാണം കൂടുതലാണ്. ചായ കുടിച്ചു കഴിഞ്ഞാൽ മനസ്സ് അനൗൺസ് ചെയ്തു അടുത്തതായി പേരും പഠിപ്പും ചോദിക്കൽ. ഞാൻ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നപ്പോൾ അപ്പുറത്തുള്ള ഒരു മുറിയിൽ അവൾ നിൽക്കുന്ന ഒരു മിന്നായം പോലെ കണ്ടു. വീടിനുള്ളിൽ അയൽവാസിയിൽ ഇന്നലെ പ്രസവിച്ച പെറ്റ മണം മാറാത്ത താത്തമാർ മുതൽ ആ വാർഡിൽ അംഗനവാടി ടീച്ചർ വരെ ഉണ്ട്. അവൾക്ക് വരുന്ന ആദ്യത്തെ ആലോചനയാണ് ഞാനെന്ന് പിന്നീടാണ് അറിയുന്നത്. എല്ലാവർക്കും ഒരു ചിരി 4 കീറി മുറിച്ച് വീതം വെച്ച് കൊടുത്ത് ഞാൻ അവൾ എന്നെ കാത്തിരിക്കുന്ന റൂമിലേക്ക് കടന്നു. കറണ്ട് പോയത് ഒരുമിച്ചായിരുന്നു. പടച്ച തമ്പുരാനെ, എനിക്ക് ഓളെയും കാണുന്നില്ല, ആകെ ഇരുട്ട്. വീട്ടിൽ ഇരയെ കണ്ട ഹൈനകളെപ്പോലെ അകത്തുനിന്നും പെണ്ണുങ്ങൾ അടക്കം പറഞ്ഞ് ചിരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് ചെറിയൊരു പേടി വരാൻ തുടങ്ങി. അവൾ ഞാൻ ആ സമയത്ത് പുറത്തേക്ക് വരികയാണെങ്കിൽ വഴിയിൽ നിൽക്കുന്ന എന്നെ തടയും, അവൾ ഒച്ചയുണ്ടാക്കും.
അതോടെ പെണ്ണ് കാണൽ പെണ്ണ് പിടിയാവുന്നൊക്കെ ആവശ്യമില്ലാതെ തോന്നിപ്പിച്ച് മനസ്സെന്നെ ബേജാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഉമ്മ വനദേവതയെപ്പോലെ എമർജൻസിയുമായി പ്രത്യക്ഷപ്പെട്ടത്. അതോടെ അതുവരെ ചിരിക്കാതെ നിന്ന് എനിക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ചിരിച്ചുകൊണ്ട് ഞാൻ അവളുടെ ഉമ്മയോട് ചോദിച്ചു, അല്ല ഉമ്മ, ജനറേറ്ററിന് ആൾ പോയിട്ടുണ്ടോ? ഉമ്മ എന്നെ മറുപടി കേട്ട് കുണുങ്ങി ചിരിച്ചുകൊണ്ട് ഷാൾ കൊണ്ട് ചുണ്ടുപൊത്തി. ചുരുക്കി പറഞ്ഞ പെണ്ണ് കാണലിൻ്റെ പൂതിയായിട്ടൊരു കാണലായിപ്പോയി അത്. എമർജൻസിയുടെ വെളിച്ചത്തിൽ കൈകെട്ടി നിൽക്കുന്ന അവളോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു. നിശബ്ദത നിറഞ്ഞ വീട്ടിൽ അത്രയും പേർ മിണ്ടാ നിന്ന് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാമെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അവളെന്നോട് രണ്ട് ചോദ്യമേ ചോദിച്ചുള്ളൂ. അതോടെ അവിടെ പൂതിയിട്ടു. ആദ്യത്തേത് നിങ്ങളെ പേരെന്താ എന്നും, രണ്ടാമത്തേത് ഗൾഫിലെന്താ ജോലി എന്നും. ആ ചോദ്യം ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞു, ജോലി ഗൾഫിൽ ഒട്ടകപ്പാലിൽ നിന്ന് നെയ്യെടുക്കുന്ന കമ്പനിയില്ല. അവളോട് പറഞ്ഞ ആ മറുപടിക്ക് ചിരി പൊട്ടിയത് അടുക്കള ഭാഗത്തായിരുന്നു. അവൾ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. എന്നാൽ പടച്ചോന്റെ വിധി എൻ്റെ കുടുംബക്കാരുടെ മുടക്കലിന്റെ രൂപത്തിൽ വന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ കാണുന്നൊരു മടിയും കൂടാതെ പറഞ്ഞപ്പോൾ ഇതൊക്കെ കൂടി കണ്ടും കേട്ടും ചിരിച്ചുകൊണ്ട് അവൾ എന്നെ ആകെയും നോക്കി. ഞാനാകെ ഇല്ലാണ്ടായിപ്പോയി. അതൊക്കെ ഒരു 1.5 പെണ്ണിൻ്റെ അളവാണെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വീട്ടിലുള്ളവരേക്ക് ഒന്നുകൂടി നോക്കി. കൂടുതലൊന്നും പറയാൻ ഞാനും ശംസവും പുറത്തേക്ക് ഇറങ്ങി. ഒരു പെണ്ണ് കാണുന്നില്ലാത്തൊരു തരം മാനസികാവസ്ഥയായിരുന്നു അവളെ കണ്ടിറങ്ങിയ ശേഷം. കാരണം മറ്റൊന്നും കൊണ്ടല്ലായിരുന്നു, ആ കറന്റ് പോക്ക്, എമർജൻസി, പിന്നെ അവളുടെ സംസാരമൊക്കെ പാടെ ഉജാലമുക്കിയ ഡബിൾ മുണ്ട് പോലെ ലംഘി മറിഞ്ഞുകൊണ്ടിരുന്നു. ചുരുക്കി പറയട്ടെ, നേർച്ചപ്പെട്ടികളിട്ട പൈസകൾ പടച്ചവും സ്വീകരിച്ചുകൊണ്ടോ കടിഞ്ഞുൾപ്പേറിന്റെ വേദന അനുഭവിച്ച മോന്റെ കുട്ടിയെ ഒക്കത്ത് വെച്ച് കഞ്ഞി മുക്കി കൊടുക്കാനുള്ള എൻ്റെ ഉമ്മാന്റെ ഒടുക്കത്തെ പൂതി കൊണ്ടാണോ എന്നറിയില്ല. അവളുടെ വീട്ടുകാർക്ക് റോട്ടിൽ നിന്നും മെല്ലെ നടന്നാൽ 7.5 മിനിറ്റും ഏന്തി വലിഞ്ഞടന്ന് 4 മിനിറ്റും വേണ്ടി വരുന്ന എൻ്റെ വീട്ടിലേക്കുള്ള വഴി പറ്റി. പഴയ മോഡൽ വീടാണെന്ന് പറഞ്ഞ് ഒരുപാട് ആലോചനകൾ മുടക്കിയ എൻ്റെ കൊട്ടാരം പറ്റി. നാട്ടിൽ വല്ലാതെ അലമ്പ് കാണിക്കാൻ പെട്ടെന്ന് വിസ കിട്ടിയ കാരണം പറ്റാത്തതുകൊണ്ടാണ് പീഡികക്കോലായി ടീം കുറ്റം പറഞ്ഞ കല്യാണവും മുടക്കിയില്ല. എന്തിനേറെ പറയുന്നു, കുംഭമാസത്തിൽ ഇടിവെട്ടി പെയ്ത പെരുമഴ പോലെ പ്രതീക്ഷിക്കാതെ ആ കല്യാണം നടന്നു.